തണ്ണിമത്തൻ വെച്ചിട്ട് നല്ലൊരു ജ്യൂസ് തയ്യാറാക്കുന്നൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു ലൈസാസ് ആൻഡ് വ്ളോഗ്. അപ്പോൾ ഈ കടുത്ത ചൂടിലും അതേപോലെ നോമ്പ് സമയത്തും നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു ജ്യൂസ് തന്നെയാണ് തയ്യാറാക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ജ്യൂസ് തയ്യാറാക്കുന്നതെന്ന് കാണാം. അതിനായിട്ട് ഇതാ അവിടെ ഞാനൊരു തണ്ണിമത്തൻ എടുത്തിട്ടുണ്ട്. ഇത് കട്ട് ചെയ്യാൻ പോവുകയാണ്. തണ്ണിമത്തൻ കട്ട് ചെയ്തതിന് ശേഷം ചെറിയ പീസുകളാക്കിയിട്ട് നമ്മൾ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. തണ്ണിമത്തൻ്റെ കുരുകളൊക്കെ ഒന്ന് ഒഴിവാക്കി കളയുക. കുരുകൾ കളയാൻ എളുപ്പമാണ്. നമുക്കിത് കട്ട് ചെയ്തതിന് ശേഷം എളുപ്പത്തിൽ തന്നെ എടുത്ത് കളയാൻ പറ്റും. എന്നിട്ട് നമ്മൾ ഇതൊന്ന് ഒരു ബ്ലെൻഡർ ഉപയോഗിച്ചിട്ടാണ് അടിച്ചെടുക്കുന്നത്. ഇന്ന് ഞാൻ പാല് വെച്ചാണ് ജ്യൂസ് തയ്യാറാക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ പാൽപ്പൊടി ചേർത്താണ് ഈ ജ്യൂസ് തയ്യാറാക്കിയിരുന്നത്. നമ്മളെല്ലാവരും ഈ വേനൽക്കാലത്ത് കൂടുതലായും ഉപയോഗിക്കുന്നത് ഈ തണ്ണിമത്തൻ തന്നെയാണ്. ഇതില്ലാതെ ആർക്കും ഇപ്പോൾ പറ്റില്ല. തണ്ണിമത്തനിലെ കുരുകളൊക്കെ നീക്കിക്കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ഇതാ ഒരു ഗ്ലാസ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പാലൊഴിച്ചതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഞാൻ ഈ പാത്രത്തിൽ വെച്ച് അടിച്ചെടുക്കാൻ കാരണം ഒരു പ്രാവശ്യം കൊണ്ട് വേഗത്തിൽ ഇത് ചെയ്തെടുക്കുക എന്ന് വിചാരിച്ചാണ്. ഇതിൻ്റെ ജാറിലാണെങ്കിൽ 2 പ്രാവശ്യം 3 പ്രാവശ്യം ഇട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് ഒരു പ്രാവശ്യം കൊണ്ട് നമുക്കിത് ചെയ്തെടുക്കാമല്ലോ എന്ന് കരുതി.
ഈ ജഗ്ഗിലേക്ക് കുറച്ച് ഐസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഐസിലേക്ക് ഈ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ വേനൽക്കാലത്തുള്ള ഈ നോമ്പിന് തണ്ണിമത്തനും നാരങ്ങ വെള്ളം അതേപോലെ ഈത്തപ്പഴമൊന്നും ഇല്ലാതെ ആർക്കും നോമ്പ് നോക്കാനൊന്നും പറ്റില്ല. അപ്പോൾ എല്ലാവരും ഇതേപോലെ തന്നെയാവും ചെയ്യുന്നത്. ഇന്ന് ഞാൻ നാരങ്ങയിൽ പഞ്ചസാര ഇട്ടിട്ട് വെറുതെ കലക്കിക്കുകയാണ്. അധിക ദിവസവും അങ്ങനെ തന്നെയാണ് ചെയ്യാറ്. ചില ദിവസം ലൈം ഉണ്ടാക്കും. എന്നാലും കൂടുതൽ സമയത്തും ഇങ്ങനെയാണ് എല്ലാവർക്കും ഇഷ്ടം. ഒന്ന് മിക്സിയിലിട്ട് അടിച്ചു കൊടുക്കും. അല്ലെങ്കിൽ സമയമില്ലെങ്കിൽ നമ്മൾ വെറുതെ പഞ്ചസാര ഇട്ടിട്ട് ഇളക്കിയെടുക്കൽ തന്നെയാണ്. നമ്മുടെ ജ്യൂസ് തയ്യാറാക്കൽ കഴിഞ്ഞു. ഇനി ഇതിലേക്ക് കുറച്ച് കസ്കസ് വെള്ളത്തിലിട്ടുണ്ട്. ഇതും കൂടെ ഇതിൻ്റെ മീതെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളെല്ലാ വീട്ടിലും അധിക ദിവസവും ചെയ്യാറുള്ള ഈ തണ്ണിമത്തൻ ജ്യൂസ് ഞാൻ തയ്യാറാക്കിയത് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വരാൻ ശ്രമിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.